അല്ല അവനും പ്ലാൻ ഉണ്ട്. അവൻ ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കി രമ്യ, ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ച ലീഡായിട്ട് അഭിനയിച്ച ആള് ധ്യാന. അത് പ്ലാനിങ് ഇല്ലാണ്ട് നടക്കൂല. അപ്പൊ അവനാ പ്ലാനിങ് ഉണ്ട്. അവൻ ചുമ്മാ അവനെ തന്നെ താഴ്ത്തി താഴ്ത്തി പറയുന്നേ ഉള്ളൂ. ഇത് പ്ലാനിങ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു കൺട്രോളർ ഉണ്ട് സജിയേട്ടൻ എന്ന് പറഞ്ഞിട്ട്, സജിയേട്ടനെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു സജിയേട്ടൻ ധ്യാന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. പഴയ പോലെ ഒന്നുമല്ല, കറക്റ്റ് സമയത്ത് വരും. കറക്റ്റ് സമയത്ത് വരും. 25 ദിവസത്തെ പടമാണെങ്കിൽ 25 ദിവസം കൊണ്ട് തീർക്കും. എന്നിട്ട് ഉടനെ അടുത്ത ലൊക്കേഷനിലേക്ക് ഭയങ്കര. അപ്പൊ എന്നെക്കാളും നന്നായിട്ട് അവൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഇന്റർവ്യൂ വരുമ്പം വിനീത് ഇപ്പൊ നമ്മുടെ തന്നെ ഇതിനകത്ത് കാണുകയാണെങ്കിൽ വിനീതിന്റെ ഇന്റർവ്യൂ ആണോ ആദ്യം കാണുക, ധ്യാന്റെ ഇന്റർവ്യൂ ആയിരിക്കും ആദ്യം കാണുക? ധ്യാന്റെ അല്ലല്ല, രണ്ട് കാര്യമാണ്. ഒന്ന് നമുക്ക് ചിരിക്കാൻ കുറെ ഉണ്ടാവും. പിന്നെ എന്ത് ബോംബാണ്, ഓലപ്പടക്കമാണോ ഹൈഡ്രജൻ ആണോ എന്താന്നറിയില്ലല്ലോ. എന്തോ അവരിട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാ പ്രാവശ്യവും. അടുത്തത് അനിയൻ അത് പറഞ്ഞ ധ്യാൻ പറഞ്ഞത് അനിയൻ ചേട്ടനെ പറ്റിച്ച കഥകൾ കേരളത്തിൽ നിറയെ പാട്ടാണ്. ധ്യാൻ എപ്പോഴും പറയും, ഞാൻ എന്താ സിനിമയിൽ എത്തുന്നതിന് മുന്നേ ഞാൻ ചേട്ടനെ ഇങ്ങനെ പറ്റിച്ചു, ചേട്ടന്റെ പൈസയും കൊണ്ട് ഞാൻ അത് ചെയ്തു ഇങ്ങനെ ചെയ്തു, അങ്ങനെ കുറെ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതേപോലെ ചേട്ടൻ എപ്പോഴും ഭയങ്കര ഡിപ്ലോമസി അരച്ച് കളിച്ചു കുടിച്ചു മനുഷ്യൻ, ഭയങ്കര ഞാൻ വലിയ മാന്യൻ. ഞാൻ പേര് തന്നെ വിനീത് എന്ന് പറഞ്ഞ പേരമ്മ കറക്റ്റ് കൊച്ചിന് ഇത് തന്നെയായിരിക്കും സ്വഭാവം തൃക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞിട്ട പോലെ ഉണ്ട്. അതുപോലെ ഇങ്ങനെ ഭയങ്കര അഭിമാനിയായിട്ട് നടക്കുന്ന ചേട്ടൻ എപ്പോഴെങ്കിലും അനിയനെ പറ്റിച്ചിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നില്ല. പല കാര്യങ്ങളും ഞാൻ ഇവനോട് പറയാറില്ല. പണി കിട്ടുന്ന മേടിച്ചിട്ടോ? അത് ഇവന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ ഇവനോട് പറയാറില്ല. അതെന്തുണ്ടോ പറയാത്ത? പറയാൻ പറ്റില്ല, നമ്പാൻ പറ്റില്ല. എന്തെന്നല്ല അനിയൻ, സത്യം പറയല എനിക്ക് അവനെ വിശ്വാസമില്ല. ഇപ്പൊ ചില പ്രോജക്റ്റ് ഒക്കെ പ്ലാൻ ഉണ്ടാകുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരൻ തന്നെ പറയും, ധ്യാനോട് ഇപ്പൊ പറയണ്ട, ഇന്റർവ്യൂല് പറഞ്ഞളയും. രഹസ്യങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റില്ല. അവനും പറ്റില്ല, അവന്റെ അച്ഛനും പറ്റില്ല, എന്റെ അച്ഛനും പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പണ്ട്, അതായത് എത്രയോ നാൾക്ക് മുന്നേ ധ്യാൻ പറഞ്ഞത്, ധ്യാൻ അന്ന് വിനീത് വന്ന് സിനിമയിലേക്ക് ആയിട്ടില്ല, ഇത്രയൊന്നും അല്ല, പക്ഷെ പാട്ടിൽ ആക്റ്റീവ് ആയിട്ടിരുന്ന സമയത്ത് ഏതോ ഒരു ഷോയ്ക്ക് പോവാൻ വേണ്ടിട്ട് പുറത്ത് എവിടെയായിരുന്നു, ഇന്റർനാഷണൽ ഏതോ ഒരു ഷോയ്ക്ക് പോകാൻ വേണ്ടിട്ട് ധ്യാനും വന്ന് പയ്യൻ. അപ്പം ധ്യാന്റെ കയ്യിൽ വിനീത് നിങ്ങൾ ഒരുമിച്ച് ചെന്നൈയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ്. ഇത്രയും പറഞ്ഞപ്പോ ആ ഇൻസിഡന്റ് ഞാൻ പബ്ലിക്കിലേക്ക് പറയുന്നില്ല, അത്ര വിനീതിന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അത് ഓർമ്മയുണ്ടോ? എന്നിട്ട് ധ്യാനിന് പോക്കറ്റ് മണി കൊടുത്തു, എന്നിട്ട് വിനീത് പോയി, ഫ്ലൈറ്റ് കിട്ടിയില്ല, ഫ്ലൈറ്റ് മിസ്സാവാതെ വിനീത് കറങ്ങി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് ഞാൻ എന്താ പറയാ, ഇതൊക്കെ സത്യമാണോ? ആവാം, ആവാതിരിക്കാം.